മോളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഊണിനെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു ഗോതമ്പ് ഓട്ടട. ഇത് വളരെ ഹെൽത്തിയും വളരെ സ്വാദിഷ്ടവുമായ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഇതിനു വേണ്ടി 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പം വരുന്ന ഗ്ലാസ്സിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, 1/2 ടീസ്പൂൺ പെരുംജീരകം, ആവശ്യത്തിന് ഉപ്പ്, കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം, ആവശ്യത്തിന് ഓയിൽ. നമ്മൾ ഇതിന് വേണ്ട മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാണ്, സവാള അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, പെരുംജീരകം, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ആദ്യം മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമായ വെള്ളം ചേർത്ത് കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ചപ്പാത്തി പരുവത്തിലല്ല, അതിലോട്ടും കുറച്ചും കൂടി ലൂസാവണം. അതിനുവേണ്ടി ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരു 1/2 കപ്പ് കൂടി ചേർക്കുകയാണ്. ടോട്ടൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ. നമുക്കിത് കല്ലിൽ വെച്ച് പരത്തിയെടുക്കേണ്ടതാണ്. ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത്. ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ആ ഒരു ഗ്ലാസ്സിന് പാകമായിട്ട് 1 കപ്പ് വെള്ളവും അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരുവത്തിൽ എടുക്കണം. അപ്പോൾ നമ്മുടെ ഓട്ടട ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു പാകം. ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ കയ്യിലാക്കുവാണ്. വെള്ളം കയ്യിലാക്കിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് ആവശ്യത്തിനുള്ള, ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പാകത്തിന് ഒരു ബോള് പോലെ കയ്യിൽ കുറച്ച് പറ്റി പിടിക്കുക. അതിന് വേണ്ടിയാണ് വെള്ളം ആക്കിയത്. ഇങ്ങനെ ആക്കി എടുക്കും. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എണ്ണ പറ്റി കൊടുത്തിട്ടുള്ള ദോശച്ചട്ടിയിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് പതുക്കെ കുറച്ചുകൂടി കയ്യിൽ വെള്ളമാക്കാം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര പാകത്തിനാണ് വേണ്ടതെന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കട്ടിക്ക് കുറച്ച് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവ് എടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒരേ കട്ടിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയാക്കാം. ഇല്ലെങ്കിൽ അധികം കട്ടി വേണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഈ തീയിൽ കിടന്ന് ഇതൊന്ന് വെന്ത് വരണം. ഇതിപ്പം ഏതാണ്ട് ഒരു ഭാഗം ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാം. നമ്മൾ ഇത് ഇങ്ങനെ ഉണങ്ങി നമ്മളെ ഒരു ചപ്പാത്തിയൊക്കെ വരുന്ന ആ ഒരു രൂപത്തിലായിട്ടുണ്ടാവും. ഈ ഒരു കളർ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഈ ഇടയിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആകുമ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇതൊന്ന് ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് മറിച്ച് മറ്റേ ഭാഗം കൂടി നമ്മൾ ഒന്ന് മൊരിച്ചെടുക്കണം. ഇപ്പം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എല്ലാ ഭാഗത്തെ ആ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ഇനി ഇതൊന്ന് നോക്കാം. ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വരും. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. മറ്റേ ഭാഗം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ ഓട്ടയുടെ തന്നെ വേറെ ഒരു രീതിയിൽ ചെയ്യുന്നത് കാണിക്കുകയാണ്. ഒരു ഇലയിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഞാനിവിടെ ഒരു ഇല എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ കുറച്ച് മാവ് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അതിനു മുമ്പ് ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഉരുട്ടിയെടുത്തതിന് ശേഷം ദോശക്കല്ലിലാക്കി അതേപോലെ തന്നെ ഇങ്ങനെ ഇലയിൽ ആക്കിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്തും കയ്യിൽ കുറച്ച് വെള്ളം ആക്കുക. എന്നാൽ എളുപ്പത്തിൽ പരത്താൻ പറ്റും. ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇനി നമുക്ക് ഇതും അതുപോലെ ചുട്ടെടുക്കാം. ചൂടായ ദോശക്കല്ലിലോട്ട് ഇലയിൽ പരത്തി വെച്ചിട്ടുള്ള ഇത് ചേർത്ത് വെച്ചാണ് ഇട്ടിട്ടൊന്ന് ചൂടായിട്ട് വരണം. ആ സമയത്ത് നമുക്ക് ഇല എടുത്ത് കളയാൻ പറ്റും. എടുത്തു കളയേണ്ട പാകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് പതുക്കെ നോക്കിയാൽ മതി എടുക്കാൻ പറ്റുമെന്ന്. ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആയി വരണം. ആയി വന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഏതാണ്ട് ആയിട്ടുണ്ട്. ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ അടുത്ത ഭാഗം കൂടി ആവണം. ഏകദേശം ആവാൻ സമയമായിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ച് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ടാം. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ആ പെരിഞ്ചീരകത്തിൻ്റെ മണം എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. അത് ചൂടാകുമ്പോൾ ആ മണം വരുന്നുണ്ട് ശരിക്കും. അപ്പം ഗോതമ്പ് കൊണ്ട് വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. നമുക്ക് ഇത് നോൺ വെജിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ അല്ലെങ്കിൽ വല്ല കടലക്കറി, ചെറുപയർ കറി അതിൻ്റെ കൂടെ ആയാലും, അല്ലെങ്കിൽ ഇനി ചമ്മന്തി കൂട്ടിയിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഒറ്റയ്ക്ക് കഴിക്കാനാണെങ്കിലും നല്ല സ്വാദാണ്. ഞാനിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാണ്. അതുപോലെ ബാക്കിയെല്ലാം ഞാൻ ചുട്ടെടുക്കാൻ പോവാണ്. അങ്ങനെ ഗോതമ്പ് കൊണ്ടുള്ള നമ്മുടെ ഓണിയൻ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു ഐറ്റമാണ് ഇത്. ഇത് കറിയൊന്നും ഇല്ലാതെ തനിയെ കഴിക്കാനും വളരെ സ്വാദിഷ്ടമായ ഒന്നാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.